ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ അയച്ചിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഒരു റുട്ടീൻ ഞാൻ പോസ്റ്റ് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. മാളൂര് പരീക്ഷയുണ്ട്. ഭരതേട്ടനും നേരത്തെ ജോലിക്ക് പോകണം. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഉപ്മാവ് ഉണ്ടാക്കി എടുക്കുകയാണ്. പിന്നെ കുറച്ച് എലിശ്ശേരിയും വയ്ക്കുന്നുണ്ട്. പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഞാൻ ഭരതന് അവൾക്ക് ചായ കൊടുക്കുകയാണ്. ഭരതന് കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഒരു കായ എടുത്തിട്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി എലിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഉച്ചത്തേക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ രണ്ടുപേരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിനൊരു ഉണക്കച്ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും കൂടിയിട്ടുള്ളൊരു കറി വയ്ക്കുകയാണ്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ട് അതിന്ന് കുറച്ച് പരിപ്പ് മാത്രം എടുത്തിട്ടുണ്ട്. ബാക്കി പൊടി ഞാൻ നാളികേരത്തിൻ്റെ കൂടെ അരയ്ക്കും. ഇപ്പോൾ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ കുറച്ച് മുരിങ്ങക്കായ, പിന്നെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പുപൊടി, പച്ചമുളക് ഇതെല്ലാം ചേർത്തിട്ട് തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. പിന്നെ അരപ്പിൽ ഇതുപോലെ തന്നെ നാളികേരം, കറിവേപ്പില, ഉള്ളി, ഇഞ്ചി, മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ആ ചെമ്മീൻ വറുത്തതിൻ്റെ ബാക്കിയുണ്ടല്ലോ ആ പൊടിയും കൂടിയിട്ടാണ് ഞാൻ അരച്ചെടുക്കണേ. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതും നന്നായി തിളച്ചു. അതിലേക്ക് ഞാൻ മാങ്ങ ചേർത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ്, മൂവാണ്ടൻ മാങ്ങയാണ്. അപ്പോൾ നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് അരപ്പ് ഒഴിച്ചു. അപ്പോൾ നമുക്ക് ആ ചെമ്മീൻ വേണമെങ്കിൽ ഫുള്ളായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ അരയ്ക്കാം കേട്ടോ. ഇത് കറിയിൽ അങ്ങനെ കഷ്ണമായിട്ടൊന്നും കിട്ടുമൊന്നുമില്ല. അപ്പോൾ അത് അരച്ച ഗ്രേവിക്ക് നല്ലൊരു മണമാണ്. ഇതിങ്ങനെ അനക്കാതെ വെച്ച് നാളത്തേക്ക് നല്ല ടേസ്റ്റായിരിക്കും. ഞാനതിലേക്ക് ഉള്ളി കാച്ചിയെടുക്കട്ടെ. ഞാനിത്തിരി കൂടുതൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് താളിക്കുകയാണ്. അപ്പോൾ നല്ല മണമാണ് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ കറി ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു കറിയാണ്. നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. ഇനി ഞാൻ ഞായറാഴ്ച ചിക്കൻ മേടിച്ചതിൽ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ വരുമ്പോഴേക്കും ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. ഇത് ഇത്തിരി വലിയൊരു സവാളയാണ്. അത് പെട്ടെന്ന് അരിഞ്ഞെടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി ഇത്രയും ചേർത്ത് വഴറ്റി കൊടുത്തു. അപ്പോൾ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി, അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അതും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ടാവും. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇടും. പക്ഷേ തക്കാളി വല്ലാതെ ഇട്ട് വാട്ടില്ല കേട്ടോ. തക്കാളി ജസ്റ്റ് ഒന്ന് ചൂട് കയറി കഴിഞ്ഞാൽ ഞാൻ തീ ഓഫ് ചെയ്യും. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു മിക്സ് റെഡി ആയിട്ടിട്ടുണ്ട്. ഇനി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് തണുപ്പൊക്കെ വിട്ടിട്ടുള്ള ഫ്രീസറിൽ നിന്ന് രാവിലെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ തണുപ്പൊക്കെ നല്ലോണം വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ മിക്സ് ചേർത്തിട്ട് ഇപ്പോൾ ഒന്ന് വലിയ ചൂടൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് നേരമായി അങ്ങനെ കിണ്ണത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് പുരട്ടി വെക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കൈകാലൊക്കെ കഴുകിയിട്ട് ഞാനിവിടെ അടിച്ചു വാരി തുടയ്ക്കാൻ പോവാണ്. കാരണം അത് ആ മിക്സ് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ചിക്കൻ വയ്ക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ചതിന് ശേഷം വല്ല അടിച്ച് തുടയ്ക്കുക, കുളിക്കുക, അങ്ങനെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് നല്ല മാരിനേറ്റായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിവിടെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് കൈയും കാലൊക്കെ കഴുകി വന്നു. ഞാൻ അടുപ്പിലാണ് ഇത് വെക്കണേ. കാരണം അടുപ്പിൽ ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പിലാണ് വയ്ക്കുള്ളൂ. ഇത് പുകയില്ലാത്ത അടുപ്പിൻ്റെ ചെറിയ അടുപ്പാണ്. അപ്പോൾ അതിലേക്ക് ചെറിയ പാത്രങ്ങളൊക്കെ കറക്റ്റായിട്ട് പാകമാണ്. അപ്പോൾ അത് നന്നായിട്ട് തീ കത്തി പിടിച്ചിട്ടുണ്ട്. ഞാൻ ചട്ടി അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പക്ഷെ നല്ല ചൂട് വരുമ്പോൾ തന്നെ അതിന് വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കി ഒരു 2 മിനിറ്റ് തിളച്ച് തുറന്ന് നോക്കിയപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുക്കാവാൻ അനുവദിക്കുക.
ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ ആ തീയിൽ കിടന്നിട്ട് ഒന്നുകൂടി നന്നായി മൊരിയണം. ഇപ്പോൾ തന്നെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മുടെ ഈ അടുപ്പിൽ കിടന്നിട്ട് പിന്നെ അധികം കത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു തീ മതി. ഞാനിപ്പോൾ ആ വിറക് എടുത്ത് മാറ്റിയാണ്. ഇനി ആ കനലിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ ആകുമ്പോൾ തന്നെ നല്ല കളറും നല്ല മൊരിഞ്ഞിട്ട് നല്ല റോസ്റ്റ് പരുവത്തിലാവും. ഇപ്പോൾ അതിൻ്റെ കളർ ഇത്തിരി കൂടി ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുണ്ട്. ഇപ്പോൾ അകറ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാനൊരു മുരിങ്ങയില തോരനാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിൽ ഒരു മുരിങ്ങ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു വീണെന്ന് പറഞ്ഞിട്ട് ചേട്ടത്തിയമ്മ എനിക്ക് മുരിങ്ങയുടെ ഇലയും പൂവും ചെറിയ മുരിങ്ങക്കായും ഒക്കെ കൂടിയിട്ട് കൊണ്ടുവന്നു തന്നു. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ക്ലീൻ ചെയ്തിട്ട് അവർ വരുമ്പോഴേക്കും അതൊക്കെ ഇലയൊക്കെ വൃത്തിയാക്കി കഴുകി 2-3 വട്ടം കഴുകിയെടുത്തു. കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നന്നായി കഴുകിയെടുത്തു. പിന്നെ ഇതിലെ പൂവും പിന്നെ മുരിങ്ങക്കായും ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ചീരത്തണ്ട കരിയണ പോലെ അരിഞ്ഞെടുത്തു. ഒന്ന് വാടിയപ്പോൾ കുറച്ച് ഉപ്പ് വെള്ളം തെളിച്ചു. അടുപ്പിൽ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇങ്ങനത്തെ ചട്ടിയാകുമ്പോൾ പെട്ടെന്ന് ചൂട് നിൽക്കുമല്ലോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടി. പിന്നെ നമ്മൾ ഇലവർഗ്ഗങ്ങളൊന്നും കുറേ അധികം ഇട്ടിട്ടാണ് വേവിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് കുക്കായി. ഞാൻ കുറച്ച് നാളികേരം ഇട്ടു. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് എടുത്തു വയ്ക്കാം. അപ്പോൾ അടുപ്പിൽ നല്ല ചൂടാണ്. ഇപ്പോൾ ചിക്കനും ഇതൊക്കെ വെച്ചപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കലം വെള്ളം അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഇപ്പോൾ വേനൽക്കാലമല്ലേ, കുടിവെള്ളമൊക്കെ എത്രയായാലും നല്ലതല്ല. അപ്പോൾ ഞാൻ അത് അടുപ്പത്ത് വെച്ചു. അപ്പോൾ ചേച്ചി വരുമ്പോൾ ഇരുമ്പമ്പുളി കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇരുമ്പമ്പുളി അങ്ങനെയാണ് ഞങ്ങളൊക്കെ പറയുക തൃശ്ശൂരുള്ളവർ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളുള്ളി കൂടി ചേർക്കുന്നുണ്ട്. കാരണം ഇരുമ്പമ്പുളിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ മണമല്ലേ, പക്ഷേ ഇത്തിരി ഓവർ പുളിയും ഉണ്ട്. മറ്റേതാവുമ്പോൾ വെളുത്തുള്ളി ആകുമ്പോൾ നല്ല മണമുണ്ട്, പിന്നെ കുറച്ച് എരിവ് പോലത്തെ ഒരു ടേസ്റ്റും അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ദാസനും വിജയനും പോലെ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ ഉപ്പ് പൊടി ഇട്ടു, കായപ്പൊടി ഇട്ടു, പിന്നെ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള കുറേ അധികം വെളുത്തുള്ളിയൊന്നും ഇല്ല കേട്ടോ, ഒരു 2 കുട 1.5 കുടയൊക്കെ ഉണ്ടാവുള്ളൂ. അതും കൂടി ചേർത്ത് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു. ഇതിലുണ്ടല്ലോ ഇത്തിരി കൂടിയും ചെറിയ പാകത്തിലുള്ള ഇരുമ്പുള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതാ കുറച്ച് വറവിട്ടിട്ടുണ്ട്. ഇനി ആ പാത്രത്തിൽ അധികം നേരം വയ്ക്കേണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ വേറൊരു ചില്ല് പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇതിന് ചൂടാറിയ കഴുകി തുടച്ച് വെച്ച ഉണങ്ങിയ ചില്ല് കുപ്പിയിലേക്ക് മാറ്റും. ഇനി ഞാൻ വേഗം ഇതുവരെ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് എനിക്ക് വേഗം കുളിച്ച് റെഡിയായിട്ട് മാളുവിനെ കൊണ്ടുവരാനായിട്ട് പോകണം. അപ്പോൾ അത് കിച്ചണൊക്കെ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് ഞാൻ മോളെ കൊണ്ടുവരാൻ പോവാണ്. എൻ്റെ ആൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അമ്മേനെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓടി വരരുത്, ലെഫ്റ്റ് റൈറ്റൊക്കെ നോക്കിയിട്ട് കിടക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയും. ഇപ്പോൾ നല്ല ഉച്ച സമയമാണ്, ഏകദേശം 1 മണിയായിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഇത്രയും ദൂരം ഇത്രയും വെയിൽ കൊണ്ട് വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഇവിടെ നിറയെ മരങ്ങളായിരുന്നു, നല്ല കൂളിങ്ങാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ മതിൽ കെട്ടാൻ അങ്ങനെ വീട് പണിക്ക് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറേ മരങ്ങളൊക്കെ അങ്ങനെ മുറിച്ചു പോയി. അപ്പോൾ അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ നല്ല നട്ടുച്ച വെയിലായതുകൊണ്ടാണ്. ഇപ്പോൾ കണ്ട് വെയിലൊക്കെ കൂടിയിട്ട് ഇപ്പം തന്നെ കൊന്നയൊക്കെ പൂത്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വീടെത്തി. അപ്പോൾ അവൾ കയ്യും കാലൊക്കെ കഴുകി വന്നപ്പോൾ ഞാൻ അവൾക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ആളതിനെ കഴിക്കാൻ വെച്ചിരിക്കുകയാണ്. വട്ടി ചോറിനാൻ പോകണോ? എന്നാലേ അമ്മ ഒരു സസ്പെൻസ് തരാം. ഫേവറേറ്റ് സൂപ്പറാണല്ലോ. പെരട്ടിയാണ് നമുക്ക് പിന്നെ പറഞ്ഞിരുന്ന രക്ഷയില്ല.
അത് അടിപൊളിയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ടാറ്റാ.